രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ നിർണായക നീക്കവുമായി പരാതിക്കാരി. രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പുതിയ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് നീക്കം. ലൈംഗികാരോപണങ്ങളിൽ ആദ്യമായാണ് അതിജീവിത പരാതി നൽകുന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ ADGP H വെങ്കടേഷിനെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചുവരുത്തി വിവരങ്ങൾ തേടി. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷഫീദ് റാവുത്തർ, R ശ്രീജിത്ത് തത്സമയം വിശദാംശങ്ങളുമായി ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇതിലിപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ് പരാതി എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു വാർത്തയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരവും നൽകിയതാണ്. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. വിശദാംശങ്ങൾ. അനുജ, ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം ഇതുവരെയും ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കാൻ തന്നെയുള്ള കാരണം സെക്കൻഡ് പാർട്ടി പരാതികളായിരുന്നു. ഒരു ഡയറക്റ്റ് പരാതി ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു ഈ കേസിന്റെ അന്വേഷണം തടസ്സപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവും. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ഏറ്റവും വലിയ ആയുധമാക്കിയതും ഒരു മുഖമുള്ള പരാതിയില്ല, പരാതിക്കാരിയില്ല, നിയമപരമായ മറ്റു നടപടികളില്ല, കേസിൽ കഴമ്പില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ അതൊക്കെ മാറുന്നു. ഒരു മണിക്കൂർ മുൻപ് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദത്തിൽ, അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിരിക്കുന്നു. 4:45 മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലെത്തിയ അതിജീവിത നേരിൽ കണ്ട് അവരുടെ കൈപ്പടയിൽ തന്നെ എഴുതിയ പരാതി മുഖ്യമന്ത്രിക്ക് ഏൽപ്പിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ വിവരിക്കുകയും അവരുടെ നിലവിലത്തെ സാഹചര്യം ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. ശേഷം 20 മിനിറ്റ് കഴിയും മുൻപ്, അതായത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി ഒരു പൊതുപരിപാടിക്ക് പോകുകയെ, അതേപോലെ തന്നെ പെൺകുട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങവേ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. കേസിന്റെ അന്വേഷണ പുരോഗതിയും ഈ ഗൗരവമുള്ള പരാതിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം നടപടി വേഗത്തിലാക്കാൻ, അതായത് പെൺകുട്ടിയുടെ പരാതി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൈമാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നടപടി വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ മൊഴിയെടുപ്പുണ്ടാകും. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ തെളിവ് ശേഖരണം, ആ തെളിവ് ശേഖരണത്തിന് പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. മാത്രവുമല്ല, ഇതുവരെയും രാഹുലും കോൺഗ്രസും ഉയർത്തിയിട്ടുള്ള പ്രതിരോധം, ആ പ്രതിരോധത്തിന്റെ കോട്ട തകർന്നു വീഴുന്ന മണിക്കൂറായി കൂടി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. പുതിയ ശബ്ദരേഖ, ആ ശബ്ദരേഖയിൽ ആ പെൺകുട്ടിയുടെ ദയനീയാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ചാറ്റിലും ശബ്ദരേഖയിലെ ആകത്തുക അത് ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. മാത്രമല്ല, യുവതി വളരെ വൈകാരികമായി ഇത് രണ്ടിനും നിർബന്ധിക്കുന്നത് നിങ്ങളല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നതും അതിന് അദ്ദേഹം ഉത്തരം മുട്ടുന്നതും ഒക്കെ നമ്മൾ ആ ശബ്ദരേഖയിൽ കണ്ടതാണ്. അതിനുശേഷവുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം, നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സമാകുന്ന ഒന്നും താൻ ചെയ്തിട്ടില്ല, മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കും, ജനങ്ങളുടെ കോടതിയിലും നീതിന്യായ കോടതിയിലും ഇതൊക്കെ തെളിയിക്കുമെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതിരോധം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ആരാണ് പരാതി, ഏതാണ് പരാതിക്കാരി എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നു. പരാതി ഉണ്ടായിരിക്കുന്നു, പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയിരിക്കുന്നു, ക്രൈംബ്രാഞ്ച് മേധാവി തുടർ നടപടിക്ക് പരാതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു മണിക്കൂറുകളാണ്. ഒരു പക്ഷേ ഇന്നോ നാളെയോ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ എളുപ്പത്തിലാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തരത്തിൽ അവർക്ക് വെല്ലുവിളിയാകുന്ന, തലവേദനയാകുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട്. പുതിയ ശബ്ദരേഖയ്ക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. രാഹുലിനെതിരെ നടപടിയെടുത്തു പറയുന്ന നേതാക്കൾ അടുത്ത വരിയിൽ തന്നെ പറയുന്നു, ആരാണ് പരാതിക്കാരി, എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിവാദമാണെന്ന് അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. സൈബർ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും ഈ പെൺകുട്ടിയെ കടന്നാക്രമിക്കുന്നു. മാത്രമല്ല, രാഹുലിനെതിരെ വിമർശിക്കുന്നവരെ ഗുരുതരമായി തിരിച്ചു പറയുന്നു, അവരെ പഴി പറയുന്നു, ഇത് രാഷ്ട്രീയമാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതൊന്നും ഇനി വിലപ്പോവില്ല. കാരണം ഒരു പരാതി, ഒരു മുഖമുള്ള ഒരു പരാതി എത്തിയിരിക്കുന്നു. പീഡനത്തിനാണോ ഗർഭചിത്രത്തിനാണോ ഈ പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത്, എന്ത് വകുപ്പുകൾ ഈ വിഷയത്തിൽ മൊഴിക്ക് ശേഷം ചുമത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമായി മാറും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.